16 വയസ്സുകാരനായ ഫൈസലിന്റെ മരണത്തിന് ഉത്തരവാദി ആരാണ്? ഒട്ടും ആലോചിക്കാതെ തന്നെ ഞാൻ പറയുന്നു, ഞാനും നിങ്ങളുമാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയുണ്ടായി. ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിരുന്നു അത്. 16 വയസ്സ് മാത്രം പ്രായമുള്ള ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിന്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ചികിത്സക്കുള്ള പണം തികയാതെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ സഹായ അഭ്യർത്ഥന നടത്തുന്ന വളരെ ദയനീയമായ ഒരു വീഡിയോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പോസ്റ്ററും അതിന്റെ താഴെ ചെറിയൊരു അടിക്കുറിപ്പും ഉണ്ടായിരുന്നു. ആരുടെയും സഹായത്തിന് കാത്തു നിൽക്കാതെ ഫൈസൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു എന്ന്. മനുഷ്യന്മാരുടെ ആരോഗ്യനില വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു സാധാരണക്കാരന്റെ ചികിത്സകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിനുള്ള ഈ ചെലവുകൾ എങ്ങനെ താങ്ങാൻ കഴിയും? അങ്ങനെ ഇരിക്കുമ്പോൾ 95 കോടിയോളം എസ്റ്റിമേറ്റ് ഉള്ള, നിലവിൽ 50 കോടി വരെ ചെലവഴിച്ചിട്ടുള്ള ഈ ഒരു കാസർഗോഡിലെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഇങ്ങനെ പണി മുടങ്ങി 13 കൊല്ലമായി ഒരു പ്രേതാലയം പോലെ അവിടെ നിൽക്കും. ഏതൊക്കെയോ ചില കോർപ്പറേറ്റ് മുതലാളിമാരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഇത്രയും നല്ലൊരു സംരംഭം അവിടെ മുടങ്ങിക്കിടക്കുമ്പോൾ ഇതിനെതിരെ ശബ്ദമുയർത്താൻ ആർക്കും ധൈര്യമില്ല, പ്രതികരിക്കാൻ ഒരാൾക്കും നേരമില്ല. എന്നാൽ ചില മനുഷ്യന്മാർ ഇതിനെതിരെ ശബ്ദമുയർത്താനും പ്രതികരിക്കാനും സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് പിന്തുണക്കുക എന്നതെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഇവർ കാണിച്ച ഈ ധൈര്യവും മനസ്സും തീർച്ചയായും നമ്മൾ അഭിനന്ദിക്കേണ്ട ഒന്നാണ്. ഈ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ പൊതുജനത്തിന് ലഭിച്ചാൽ 30-40 ലക്ഷം വരെ ചിലവ് വരുന്ന ചികിത്സകൾ പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. പാവപ്പെട്ട ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഇവർ നടത്തുന്ന ഈ സമരത്തിന് നമുക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാം.